ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? നീ എപ്പോൾ നാട്ടിലെത്തി? കയറുക. എടി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? അതെ. എടി നിനക്കെന്താ വട്ടാണോ? ലോകത്ത് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇതൊക്കെ? അതെ, നമ്മുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോഴേ അത് മറ്റാരെയും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണോ? അല്ലെന്തോ എന്ന് വെച്ച് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാ പ്രിയേച്ചി നിനക്ക് അമ്മയെ പോലെ നീ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ചേച്ചി മരിച്ച ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ്. അതല്ലേ സുരേഷ് ഏട്ടനത് എങ്ങനെ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ആള് ഇതുവരെ സമ്മതിച്ചിട്ടില്ല, പക്ഷെ സമ്മതിക്കും. എടി എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. നിങ്ങൾ അച്ഛനില്ലാതെ വളർന്ന കുട്ടികൾ ആ വീട്ടിലേക്ക് ഒരു ആണ് കയറി വരിക, അപ്പോൾ തോന്നുന്ന ഒരു സ്നേഹം, ഇഷ്ടം, ഒരു എഫെക്ഷൻ, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇതൊക്കെ വേറെ ഇൻഫാക്ച്വേഷൻ ആണ്. നീ എന്ത് തേങ്ങയായി പറയുന്നത്? നാട്ടിൽ നിന്ന് പോയിട്ടും സീരിയൽ കാണാൻ നിർത്തിയിട്ടില്ലല്ലേ? എടി ഞാൻ തമാശ പറഞ്ഞതല്ല. എടി നീയെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ട് എടുക്കുന്നത് ഞാൻ കരുതിയേ. പിന്നെ സെൻസിബിളായി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ നീ ചെയ്തു കൂട്ടുന്നത്? അതിന് എനിക്ക് എൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. എന്ത് കാരണം? നിന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് നിനക്ക് അയാളുടെ കൂടെ കിടക്കണോ? 4-5 കൊല്ലമായിട്ട് നീ എൻ്റെ കൂടെ ഉണ്ടായതല്ലേ? നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അല്ല, ഞാൻ അറിയുന്ന നീ ഇങ്ങനെയല്ല. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ചോദിക്കുന്നത്. നിനക്ക് എന്താ പറ്റിയത്? നിന്റെ ചേച്ചിയുടെ ഭർത്താവ് മാത്രമല്ല അയാള്, ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ കൂടിയാണ്. അതന്നെയാണ് കാരണം. എൻ്റെ കുഞ്ഞ്, എനിക്ക് തോന്നുന്നു അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടെ സന്തോഷിച്ചത് ഞാനാ. പക്ഷേ ഗർഭിണി ആയ ശേഷം അവൾക്ക് കുറേ അസുഖങ്ങളുണ്ടായിരുന്നു. അവസാനം അവളുടെ കുഞ്ഞ് അവളുടെ ജീവന് ആപത്താന്ന് പറഞ്ഞപ്പോൾ അത് മരിക്കാൻ വേണ്ടി ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ആ കുഞ്ഞിനെ ജീവനോടെ തന്നിട്ട് അവൾ, എനിക്ക് അന്ന് മുതൽ ആ കുഞ്ഞിനോട് വെറുപ്പായിരുന്നു. ഒടുവിൽ കുഞ്ഞിനെ നോക്കാൻ ആരും ഇല്ലാതായപ്പോൾ കുഞ്ഞിനെ നോക്കേണ്ട ചുമതല എനിക്കായി. സുരേഷ് ഏട്ടൻ കുഞ്ഞിനെ വീട്ടിൽ ഏൽപ്പിക്കുന്നവരെ ഞാൻ അവനെ കാണാൻ പോലും പോയിട്ടില്ല. സുരേഷ് ഏട്ടൻ ആദ്യം എൻ്റെ കൈകളൊക്കെ വെച്ച് തരുമ്പോഴാണ് ഞാനതിൻ്റെ ഫേസ് ആദ്യമായിട്ട് കാണുന്നത്. നീ കണ്ടിട്ടില്ലല്ലോ അവനെ? പ്രിയ തന്നെയാ, അതേ കണ്ണും അതേ നോട്ടും, അവൾ ബാക്കി വെച്ച് പോയ ജീവൻ. അന്ന് മുതൽ ഞാൻ പോലും അറിയാതെ ഞാൻ അവൻ്റെ അമ്മയെ, അവൻ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചത് തന്നെയാണ്. ഞാനും അവനെ മുല വിട്ടിട്ടില്ലെന്നുള്ളൂ, പക്ഷെ അവൻ എൻ്റെ കുഞ്ഞാ. എന്നെ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചത് അവനാ. അതിന് ഞാൻ ഒരു കാലത്തും ഒരു മാറ്റം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ പ്രിയ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ അവന് വേണ്ടി ചെയ്യുന്നു അതൊക്കെ എനിക്ക് അവന് വേണ്ടി ചെയ്യണം. അമ്മ ഇല്ലാത്ത ഒരു കുറവും എൻ്റെ കുഞ്ഞിന് ഉണ്ടാവാൻ പാടില്ല. അതിന് എനിക്ക് ഇതേ ഒരു വഴിയുള്ളൂ. ഇനി ആരൊക്കെ എതിർത്താലും ഞാനത് ചെയ്യും. എടി നീ ഇപ്പം ചെയ്യാൻ പോകുന്നത് വലിയൊരു അബദ്ധമാണ്. പക്ഷെ നിന്നെ ഉപദേശിക്കാനുള്ള പക്വത എനിക്ക് ആയിട്ടില്ല. നിന്റെ മനസ്സ് മാറ്റിക്കളയാന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി വന്നതും. പക്ഷെ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ നിന്നോടൊന്നും പറയാൻ പറ്റുന്നില്ല. നിന്നെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതൊന്നും തെറ്റിയിട്ടില്ല. ഇന്നേ വരെ നിന്നോട് സ്നേഹമായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് ബഹുമാനം കൂടെ തോന്നുന്നുണ്ട് എനിക്ക്. നിനക്ക് ഞാൻ പറഞ്ഞേക്കാൻ മനസ്സിലായി? ഇല്ല, ഇനി എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല. അതിൽ കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല. നിന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നെ എന്നല്ല ഒരു പെണ്ണിനെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതിന് എനിക്ക് ആ സ്ഥാനമല്ല വേണ്ടത്. അതെന്താ ചേട്ടൻ മനസ്സിലാക്കാത്തെ? മനസ്സിലൊരു സ്ഥാനമില്ലെങ്കിലും ആ വീട്ടിൽ എനിക്കൊരു സ്ഥാനം തന്നൂടെ? ചേട്ടാ, അത് ഞാനില്ലാതെ പറ്റില്ല. എനിക്കറിയാം, അവൻ നാളെ ഉറക്കമണിച്ച് കരയുന്നത് നിന്റെ പേര് വിളിച്ചിട്ടായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കും നീ അവൻ്റെ കൂടെ ഇല്ലാന്ന്. അപ്പോൾ അവൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇതല്ല അതിനുള്ള പരിഹാരം. പിന്നെന്താ? അവൻ്റെ അമ്മയായിട്ടിരിക്കുക എൻ്റെ ഭാര്യ ആവണമെന്നില്ല. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരാം. എത്ര സമയം വേണമെങ്കിലും അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് അവൻ വളർന്ന് വലുതായി ഇത്രയും കാലം അമ്മേനെ വിളിച്ച കാലം ചോദിച്ചാൽ മോളെ,
നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ സംസാരിച്ചതിനേക്കാൾ കൂടുതൽ നിൻ്റെ ചേച്ചി പറഞ്ഞ് എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. നീ ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് നിൻ്റെ സ്നേഹം കൊണ്ടാണെന്നും എനിക്കറിയാം. നീ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ തീരുമാനങ്ങൾ പിന്നീട് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോൻ നിനക്കൊരു ഭാരമാവും. അന്നെല്ലാം ഉപേക്ഷിച്ച് തിരിഞ്ഞു നടക്കാൻ പറ്റിയെന്ന് വരില്ല നിനക്ക്. ഒരു സഹതാപത്തിൻ്റെ പുറത്തെടുക്കേണ്ട തീരുമാനമല്ല ജീവിതം. ആദ്യം എനിക്കൊരു ബാധ്യത ആവില്ല. ഇനി എനിക്കൊരു കുഞ്ഞുണ്ടായാലും എന്നെ ആദ്യം അമ്മേന്ന് വിളിച്ചത് അവനാ. അവൻ കഴിഞ്ഞ് എനിക്ക് ആരും വരും? എൻ്റെ കുഞ്ഞവൻ അല്ല, അവൻ നിൻ്റെ മോനല്ല, എൻ്റെ മോനാണ്. നീ എത്രയൊക്കെ നിൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞാലും അവൻ നിൻ്റെ സ്വന്തം അല്ല. എൻ്റെ മോനവൻ അല്ല, അവൻ എൻ്റെ കുഞ്ഞാണ്. ഞാനാണ് അവൻ്റെ അച്ഛൻ. അവനെ നോക്കാൻ ഞാൻ മതി. അതൊക്കെ ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. അതങ്ങനെ മതി. അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെയൊന്നും അവസാനിക്കില്ലായിരുന്നു. അവനെ ശ്രദ്ധിക്കാൻ ആരെങ്കിലും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് അവന് പുതിയൊരു അമ്മ വേണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഞാനൊരു കാര്യം ചോദിച്ചോളേ, ഇനി എന്തെങ്കിലും അവനൊരു അമ്മയെ വേണം തോന്നിക്കഴിഞ്ഞാൽ ചേട്ടൻ മറ്റൊരു സ്ത്രീ വിവാഹം കഴിക്കും? ഇല്ല. ഈ വീട്ടിൽ വരുന്ന ആർക്കും അവൻ മറ്റൊരു സ്ത്രീയിൽ എനിക്കുണ്ടായ മകനാണ്. അവനെ നോക്കാൻ വേണ്ടി മാത്രമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് ഒരിക്കലും വരില്ല. ഞാൻ മാത്രം മതി അവന്. മറ്റൊരു പെണ്ണാണ് അവൻ്റെ അമ്മ എന്ന് ഒരു കള്ളം വിശ്വസിച്ച് അവൻ ഒരിക്കലും വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല. അത് പ്രിയയോടും അവനോടും ഞാൻ ചെയ്യുന്ന ചതിയായിരിക്കും. മനസ്സിലായി. ഇനി ഞാൻ ശരിയായിട്ട് വരില്ല. ഏട്ടാ, എന്തായി ഞാൻ വരാതെ ഒരു പണിയും ചെയ്യലെന്ന് പറഞ്ഞിട്ടില്ലേ? വീണു പോയി എന്ത് ചെയ്യും? ഇരുന്നിട്ട് നല്ല വേദന. എന്നെ ഒന്ന് നടത്താവോ? എനിക്കെന്തെങ്കിലും പറ്റിയെന്ന് എന്തിയോടാ? എനിക്കെൻ്റെ വീട്ടുകാരെ വെറുപ്പിച്ചു, ബന്ധുക്കളെ വെറുപ്പിച്ചു. ഇനി ഞാൻ കൂടെ പോയി നിനക്കാരാ? ഒന്നും പറയല്ലേ, നിനക്കൊന്നും പറ്റില്ല. എനിക്കെന്തെങ്കിലും പറ്റിയാലും നീ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കണം. മോനായിരിക്കും നിന്നെപ്പോലെ. അമ്മയില്ലാത്ത കുറവ് അവന് വരുത്തരുത്. നിനക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പാടാണെന്ന് എനിക്കറിയാം. നമ്മുടെ കുഞ്ഞിനെ നീ സീനെ ഏൽപ്പിക്കണം. അവൾ പൊന്നുപോലെ നോക്കിക്കോളും. അമ്മയില്ലാത്ത കുറവൊന്നും അവൾ വരുത്തില്ല. ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവൾക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അവളെല്ലാം മറന്നോളൂ. അവളോട് പറയണം ഇതും ഞാൻ തന്നെയാണെന്ന്. അവളും നമ്മുടെ മോള് തന്നെ.